കേരളത്തിലെ പ്രധാന സ്റ്റീൽ വ്യവസായ കേന്ദ്രമായ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് നിന്നുള്ള യുവ സംരംഭകൻ ശ്രീ അനസ് കുണ്ടേരിയാണ് ഇന്ന് വിജയരഥത്തിലെ അതിഥി. സിമന്റ് വ്യാപാരത്തിലൂടെ ലഭിച്ച ചില ബന്ധങ്ങൾ വഴി കഞ്ചിക്കോടുള്ള സ്റ്റീൽ വ്യാപാരികളെ പരിചയപ്പെടുകയും അവരിൽ നിന്നും കയ്യിലുള്ള പണം കൊണ്ട് സ്റ്റീൽ വാങ്ങി റീറ്റെയിൽ ഷോപ്പുകൾക്ക് ഇറക്കി കൊടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി. കോടികൾ മുതൽ മുടക്കു വേണ്ട സ്റ്റീൽ കച്ചവട രംഗത്ത് അനസിന്റെ കയ്യിലുള്ള ചെറിയ തുക ഒന്നുമായിരുന്നില്ല. ഒരു പ്രാവശ്യം ലോഡെടുത്താൽ അതിന്റെ തുക പിരിഞ്ഞു കിട്ടുന്നതുവരെ അടുത്ത ലോഡെടുക്കുവാൻ പണമില്ല. ഈ ഇടവേളകളിൽ മീൻ കച്ചവടമടക്കം പല തൊഴിലുകളും ചെയ്തു. ഒരു നാൾ തനിക്ക് ഉയരത്തിലെത്തുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസമായിരുന്നു കരുത്ത്. ഒരുപക്ഷെ വജ്രത്തെക്കാൾ കഠിനമായ ആത്മധൈര്യം. അതുതന്നെയാണ് ഇന്ന് 800 കോടി വിറ്റുവരവുള്ള MK ഗ്രൂപ്പ് എന്ന കമ്പനിയിലേക്കും വജ്രമെന്ന മുൻനിര ബ്രാൻഡിലേക്കുമുള്ള വളർച്ചയ്ക്ക് ഇന്ധനമായത്. 2006 20 സെന്റ് സ്ഥലം വാടകയ്ക്കെടുത്തുകൊണ്ടാണ് സ്വന്തം നിലയ്ക്ക് സ്റ്റോക്ക് വെച്ചുകൊണ്ട് അനസ് സ്റ്റീൽ വ്യാപാര രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. 4 തൊഴിലാളികളാണ് സഹായത്തിനുണ്ടായിരുന്നത്. എന്നാൽ 2015 ആയപ്പോഴേക്കും സ്വന്തം നിലയ്ക്ക് ഉൽപാദന പ്ലാന്റ് സ്ഥാപിച്ചു. 300-ലധികം തൊഴിലാളികളുണ്ട് ഇന്ന് കമ്പനിയിൽ. 3000 ടണ്ണാണ് പ്ലാന്റിന്റെ ഉൽപാദന ശേഷി. ആവശ്യത്തിന്റെ 39%. തികയാത്തത് കണിശമായ മേൽനോട്ടത്തിൽ ഗുണമേന്മയുറപ്പാക്കി മറ്റു പ്ലാന്റുകളിൽ നിന്നും ലഭ്യമാക്കുന്നു. ഗുണമേന്മ തന്നെയാണ് വജ്രമെന്ന ബ്രാൻഡിനെ വേറിട്ടു നിർത്തുന്നതും ജനപ്രിയമാക്കുന്നതും. നമസ്കാരം സാർ. കോഴിക്കോട് പുളിക്കൽ സ്വദേശിയായ താങ്കൾ പാലക്കാട് കഞ്ചിക്കോട് വ്യവസായം ആരംഭിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യത്തെ പറ്റി പറയാമോ? 2002 ഞാൻ നാട്ടിൽ അസോസിയേറ്റഡ് സിമെന്റ് കമ്പനീസ് ACCന്റെ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡീലർഷിപ്പ് നടത്തി ഒരു 5-6 മാസമായി പോയപ്പോൾ ബിഗ് ലോസ് വന്നു എനിക്കവിടെ. മാർക്കറ്റിലെ കോമ്പറ്റീഷൻ കാരണം, അതുപോലെ തന്നെ മാർക്കറ്റിലുണ്ടായിരുന്ന റൈറ്റ് ഫ്ലക്ച്വേഷൻ കാരണം സിമെന്റിൽ നന്നായിട്ട് എന്ത് ചെയ്തു, ലോസ് സംഭവിച്ചു. ആ സമയങ്ങളിൽ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പം മനസ്സിലാക്കാൻ പറ്റിയ സംഭവമാണ് സ്റ്റീലിനെ കുറിച്ച് നല്ലൊരു റിക്വയർമെൻ്റ് ആണ്. മാർക്കറ്റിൽ എപ്പോഴും അതിൻ്റെ ഒരു പ്രൈസിൽ വേരിയേഷൻസ് വന്നു പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് സ്റ്റീല്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നല്ലൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നല്ലൊരു ബൂമുള്ളൊരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ കേരളത്തിലെ ഹബ്ബ് സ്റ്റീലിൻ്റെ പാലക്കാടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടുന്ന് പാലക്കാട്ടേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം. ഇവിടെ ആരായിരുന്നു സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നത്? ഇവിടെ 2004 പാലക്കാട് ഞാൻ എത്തുന്ന സമയത്ത് ഇവിടെ ട്രേഡേഴ്സാണ് ഉണ്ടായിരുന്നത്. സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു മുജീബ് ഒരാളുണ്ടായിരുന്നു, കള്ളിയത്ത് സ്റ്റീൽസ്. പുള്ളി അവിടെ മാനേജറായിരുന്നു. പുള്ളിൻ്റെ അടുത്ത് വരും. അതുപോലെ തന്നെ മിനാർ സ്റ്റീൽസ് ഇവിടെയൊക്കെ വന്നിട്ട് ഞങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് റെഡി ക്യാഷിൽ സ്റ്റീൽ വാങ്ങിച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ നാട്ടിൽ രാമനാട്ടുകര അതുപോലെ തന്നെ പല മുക്കം ഭാഗങ്ങൾ ചെറിയ റീറ്റെയിലേഴ്സിന് സപ്ലൈ ചെയ്തു ഹോസ്റ്റലിൽ. അങ്ങനെ വന്നിട്ട് അങ്ങനെ ഇവിടുന്ന് ഒരു ചേഞ്ചസ് ട്രമൻഡസ്ലി നമുക്ക് സ്റ്റീലിൽ കിട്ടി. അതായിരുന്നു ആ ഒരു സമയത്ത് സാമ്പത്തികമൊക്കെ എങ്ങനെയായിരുന്നു? സാമ്പത്തികമൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ 1,74,000 ആയിട്ടാണ് പാലക്കാട് വന്നത് ഞാനിവിടെ. അത് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ കടം വാങ്ങിച്ച ക്യാഷുമായിട്ടാണ് ഇവിടെ വരുന്നത്. 2004 ബിഗ് ലോസ് വന്നു. അത് സിമെന്റ് ബിസിനസ് ക്ലോസ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഇതിനുള്ള ക്യാപിറ്റൽ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചായിരുന്നു. അങ്ങനെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ നല്ല ഫ്രണ്ട് സർക്കിളിൽ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടായതുകൊണ്ട് കുറച്ച് ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ ക്യാഷ് വാങ്ങിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇവിടെ. ഒരു ലോഡ് വാങ്ങിക്കാൻ അന്ന് 2,20,000 രൂപയോളം ക്യാഷ് വേണം. അങ്ങനെ 8 ടൺ സാധനം വാങ്ങിച്ചിട്ടാണ് ഫസ്റ്റ് ഇവിടുന്ന് ലോഡ് രാമനാട്ടിലുള്ള ഗോൾഡൻ സ്റ്റീൽസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഞങ്ങൾ സെയിൽ ചെയ്ത്. ഞാൻ സ്വന്തം നിലയ്ക്ക് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് വ്യവസായം ആരംഭിച്ചത് എന്നാണ്? 2005 കൂടിയാണ് 2050 കൂടിയാണ് ഞങ്ങൾ എന്തെങ്കിലും സ്വന്തം ബ്രാൻഡിലേക്ക് വരണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വരാനുണ്ടായ ഒരു കാരണം. അതെന്താണെന്ന് വെച്ചാൽ നല്ലൊരു പ്രൊഡക്റ്റ് കേരളത്തിൽ ട്രേഡിങ് ചെയ്തുകൊണ്ട് ഗോവ, റായ്പൂർ, ഹൈദരാബാദ് ഇവിടുന്നുള്ള മെറ്റീരിയൽ വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമർക്ക് അഷുറൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓൺ ബ്രാൻഡ് 100% ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടൊരു ബ്രാൻഡ് ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുത്തിക്കൊണ്ട് ഞങ്ങൾ വജ്രം TMT സ്റ്റീൽ ബാസ് ഒരു ബ്രാൻഡ് കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ വരാനുണ്ടായ കാരണം. പല ഭാഗങ്ങൾ പ്രൊജക്റ്റൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ ഈ ബ്രാൻഡഡ് അല്ലാത്ത TMT ആകുമ്പോൾ അതിനൊരു വാല്യൂ കുറവാണ്. അതിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പം വളരെ
സ്ട്രെങ്ത് ഒക്കെ കുറവ്, അതിലെ കെമിക്കൽ കോമ്പോസിഷനിലാണ് ചേഞ്ചസ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് 100% ക്വാളിറ്റി അഷ്യൂറൻസ് ചെയ്തുകൊണ്ടൊരു ബ്രാൻഡാണ് വജ്രം TMT ഞങ്ങൾ ലോഞ്ച് ചെയ്യാനുണ്ടായ ഒരു കാരണം. അത് എവിടെയായിരുന്നു തുടങ്ങിയത്? തുടക്കത്തിൽ ഒരുപാട് എംപ്ലോയീസ് ഒക്കെ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഞങ്ങൾ പാലക്കാട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ട്രേഡിങ്ങിൽ ഞങ്ങൾ നേരത്തെ മുൻപരിചയം ഉണ്ടായതുകൊണ്ട് ട്രേഡിംഗ് 2004 ഞങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിനുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് വജ്രം TMT ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാവിധ അതിന് 100% അതിൻ്റെ പെർഫെക്ഷൻ അതിൻ്റെ ക്വാളിറ്റിയും നിലനിർത്തിക്കൊണ്ടാണ് വജ്രം TMT ഞങ്ങൾ ലോഞ്ച് ചെയ്യാനുണ്ടായ കാരണം. അന്നുണ്ടായ സ്റ്റാഫുകളായിരുന്നു. പിന്നെ വജ്രം ബ്രാൻഡിലേക്ക് പോയിട്ട് കുറച്ച് സ്റ്റാഫുകൾ ഞങ്ങൾ റിക്രൂട്ട്മെന്റ് ചെയ്തു. ഇപ്പോൾ ടീമാണ് വജ്രം TMT എന്ന സംഭവം മാർക്കറ്റിൽ കൊണ്ടുപോകുന്നത്. ഉഷാറായിട്ട് പോകുന്നു കേരളത്തിൽ. അപ്പൊ ആ ഒരു സമയത്ത് മുതൽ മുടക്ക് എങ്ങനെയായിരുന്നു? എത്ര ആയിരുന്നു മുതൽ മുടക്ക്? വജ്രം TMT ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഞങ്ങൾ നല്ല എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞതായിരുന്നു. അതുകൊണ്ട് വലിയൊരു ഇഷ്യൂസ് ഉണ്ടായില്ല. അതായത് ഒരു 10 to 15 കോഴ്സ് ഞങ്ങൾ അതിന് വേണ്ടി ബ്രാൻഡിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങിയപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടായിരുന്നോ? ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങിയ സമയത്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ട്രേഡിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ റായ്പൂർ, തമിഴ്നാട്, ഹൈദരാബാദ്, ഒറീസ, കട്ടക്ക് എന്ന ഭാഗത്ത് നിന്ന് ഞങ്ങൾ റോ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ആണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിക് ആയിട്ട് കഞ്ചിക്കോട് ആണോ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്? കഞ്ചിക്കോട് അടക്കം. അതിന് കാരണം എന്താ, കേരളത്തിന്റെ സ്റ്റീൽ ഹബ്ബ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് നിറയെ പ്ലാന്റുകളുണ്ട്. ഇവിടുന്ന് വാങ്ങിക്കും. ഇവിടെ കിട്ടാത്ത കുറെ ഐറ്റങ്ങളുണ്ട്. അത് ഞങ്ങൾ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ നോക്കിയിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരും. റായ്പൂരിൽ നിന്ന് കൊണ്ടുവരും, ചിലപ്പം ഗോവയിൽ നിന്ന് വരാറുണ്ട്. എവിടെയാണോ മാർക്കറ്റ് സൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ ഏറ്റവും വില കുറച്ച് വാങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ട്രേഡിങ്ങിന്റെ ഒരു വിജയം തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾ ഇന്ത്യയിൽ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പർച്ചേസ് ഉണ്ട്. നേരത്തെ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് സക്സസ് ആയപ്പോ ബാധ്യതകളൊക്കെ പിന്നെ എന്ത് ചെയ്തു? 2004 സിമെന്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 8 lakh rupees-ഓളം ലോസ് വന്നിട്ടുണ്ടായിരുന്നു. എഗെയിൻ പിടിച്ചു കാരണം ക്യാപിറ്റൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് കിട്ടി. ആ സപ്പോർട്ട് കൊണ്ടുവരാണ് ഞാൻ പാലക്കാട് വന്നത്. പാലക്കാട് വന്നു. പിന്നെ എൻ്റെ ഒരു ബ്രദറിലോ ഉണ്ട്, മൻസൂർ KM എന്ന് പറഞ്ഞിട്ട്, എൻ്റെ വലിയ സിസ്റ്റർ ഹസ്ബൻഡാണ്. പുള്ളിയും സഹായിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പാലക്കാട് വന്നു. ക്യാപിറ്റല് ഓൾമോസ്റ്റ് ഒക്കെ ക്രൈസിസ് എന്നായാലും കൂട്ടും. പക്ഷെ ഒരു എന്റർപ്രണറെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും പിടിച്ച് മേലെ കയറുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് അതിലേക്ക് പോയിട്ട് ഇങ്ങനെ ബിസിനസ്സിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത് എങ്ങനെ? ആക്ച്വലി എൻ്റെ ഫാദർ ഒരു നല്ലൊരു കച്ചവടക്കാരനാണ്. ഈസ് വെരി സ്ട്രോങ് ഫെലോ, വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ പുള്ളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും തന്നില്ല. പുള്ളി കാണിച്ചു വന്നു ബിസിനസ് ചെയ്യാനുള്ള രീതികൾ, എങ്ങനെ ചെയ്യണം രീതികൾ. പക്ഷെ ക്യാപിറ്റലൊന്നും എന്ത് ചെയ്തില്ല, ഹെൽപ്പൊന്നും ചെയ്യുന്നില്ല. പുള്ളി ഗ്രൗണ്ടിന്റെ പുറത്ത് നിന്നിട്ടാണ് കളി കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുള്ളി പറയായിരുന്നു ചേഞ്ചസ് വരുത്തേണ്ട ഭാഗങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ആ ഒരു സ്ട്രോങ് കാഴ്ചപ്പാട് ചെറുപ്പം മുതലേ തന്നെ ഫാദറിന്റെ അടുത്ത് കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു. പഠനം ഞാൻ പഠിച്ചത് ചേന്നമംഗലൂർ ഇസ്ലാമിക കോളേജിലായിരുന്നു. അവിടെ 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ചേന്നമംഗലൂർ തന്നെയാണ് പഠിച്ചത്. അവിടെ പഠിച്ചതാണ് ശരിക്കും എൻ്റെ സക്സസ് എന്ന് പറഞ്ഞ കാരണം തന്നെ. ചേന്നമംഗലൂർ പഠിച്ചുകൊടുക്കുന്ന കുറെ കണക്ഷൻസ് ഉണ്ട്. കുറെ വേൾഡിന്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് എന്താണ് പഠിച്ച പീരീഡ്സ് ഹോസ്റ്റലിൽ നിന്നായിരുന്നു ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഫ്രണ്ട് സർക്കിൾ ഇന്നും എൻ്റെ മെയിൻ മേജർ പാർട്ട്നേഴ്സും എൻ്റെ കൂടെ പഠിച്ച ആളുകൾ തന്നെയാണ്. പുറത്തുണ്ട് ബിസിനസ്, സൗദി, ദുബായ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എൻ്റെ കൂടെ ഉള്ള പാർട്ട്നേഴ്സ് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാണ്. കൂടെ പഠിച്ച ആൾക്കാർ എന്നും ഒരു വീക്ക്നെസ് ആണ് ജീവിതത്തിൽ. പിന്നെ ഫാമിലിനെ പറ്റി പറയാമോ? ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഫാമിലി ഞാൻ 4 മക്കളാണ്, വൈഫ്. മൂത്തവൻ +1 പഠിക്കുന്നു, ഹാജി റഹീം എന്നാണ് പേര്. സെക്കൻഡ് ഡോക്ടറാണ്, അവൾ വന്നിട്ട് 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു, ദിയ റഹീം. തേർഡ് ട്വിൻസാണ് ഞങ്ങൾക്ക്, റഹന റഹ്മ എന്ന് പറഞ്ഞിട്ട് 2 പേര്, അവർ 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. വൈഫിന്റെ വീട് പുളിക്കൽ തന്നെയാണ്, ഷഹനാസ് എന്നാണ് പേര്. വൈഫ് ബിസിനസ്സിലേക്കൊക്കെ റീസെന്റ് അവൾ ജോയിൻ ചെയ്തു. ഫിനാൻസ് കാര്യങ്ങൾ, റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. വരുന്നുണ്ട് മക്കളെ പഠനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയതുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കമ്പനിയിൽ വരുന്നുണ്ട്.
ഫാമിലി മെമ്പേഴ്സിനെ പറ്റി ഒന്ന് പറയാമോ? ഞാനും എൻ്റെ ഫാമിലി മാത്രമാണ് പാലക്കാട് ഉള്ളത്, ബാക്കിയുള്ള എല്ലാവരും പുളിക്കലിലാണുള്ളത്. അവിടെ ഉപ്പ ഉമ്മ അനിയനാണ് ഉള്ളത്. ഉമ്മ നേരത്തെ മരണപ്പെട്ടു 8 വർഷം മുന്നേ. ഇപ്പോഴുള്ള വാപ്പ സെക്കൻഡ് മാരേജ് ചെയ്താലും ഉമ്മ, ഞങ്ങൾ സാധാരണ ഉമ്മ തന്നെ വിളിക്കാറ്. ആ ഒരു ലെവലിലാണ് ഞങ്ങളൊരു റിലേഷനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മ ഒരു കിഡ്നി ഫെയിലിയർ ആയിരുന്നു 8 years ബാക്ക്, മരണപ്പെട്ടു. പിന്നെ 2 സിസ്റ്റേഴ്സാണ്. രണ്ടുപേരും സൗദി തന്നെയാണ്. ഒരാൾ ജിദ്ദയിലുണ്ട്, ഒരാൾ ദമ്മാമിലാണ്. അനിയൻ ഫാദറിൻ്റെ കൂടെ തന്നെയാണ്. ഫാദറിന് ഉമ്മാൻ്റെ മരണശേഷം കിഡ്നി ഫെയിലിയർ കാര്യങ്ങളൊക്കെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നപ്പോൾ പെട്ടെന്ന് ഒരു ആഘാതത്തിലൊരു സൈഡ് അങ്ങനെ പാരലൈസ് ആയിപ്പോയി. അതിൻ്റെ ഭാഗമായിട്ട് ഉപ്പാൻ്റെ അടുത്താണ് അനിയനുള്ളത്. എൻ്റെ പുള്ളിക്ക് 1-2 ബിസിനസ്സുകൾ അവിടെ ഉണ്ട്. പുള്ളി അതങ്ങനെ നോക്കിയിട്ട് ഉപ്പാൻ്റെ കൂടെ അങ്ങനെ. ഫാദർ ബിസിനസ് രംഗത്താണെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു ഈ ഒരു തരത്തിലുള്ള ബിസിനസ് തന്നെയായിരുന്നു? ഫാദർ നേരത്തെ സൗദിയിലായിരുന്നു. പുള്ളി അവിടെ സൂപ്പർ മാർക്കറ്റുകളുണ്ടായിരുന്നു, ഷോപ്പുകളുണ്ടായിരുന്നു. ബിസിനസ് വേറെ പുള്ളി ചെയ്തിരുന്നു. 2000 കൂടി പുള്ളി നാട്ടിൽ സെറ്റിലായി. കാര്യമായിട്ട് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ വന്നു. പുള്ളി ബിസിനസ്സിൽ വളരെ കണ്ണിങ്ങും വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരുന്നു പുള്ളി. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റി. പുള്ളിൻ്റെ ഫാദറിൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട കാലമായിരുന്നു. അന്ന് 1978 പുള്ളി സൗദിയിലെത്തിയാണ്. സൗദിയിൽ നിന്ന് അങ്ങനെ 0 to hero ആവാനുള്ളൊരു വർക്കുകൾ ചെയ്തു. എന്തെല്ലാം നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു. പുള്ളിയിലിരുന്നാണ് കുറേ ഹാർഡ് വർക്ക്ഷിപ്പ് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, എങ്ങനെ ബിസിനസ് ചെയ്യാം. ഈവൻ പുള്ളി 1-2 പ്രാവശ്യം ബിസിനസ്സിൽ പരാജയപ്പെട്ടാണ്. പക്ഷേ പുള്ളി അവിടെ നിന്നൊക്കെ തരണം ചെയ്ത് പിടിച്ചു വന്നു ഉള്ളൊരു ആ ഒരു കാഴ്ചപ്പാട് നല്ല രീതിയിലായിരുന്നു. ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ഒക്കെ എവിടുന്ന പർച്ചേസ് ചെയ്യാറ്? ഞങ്ങളിപ്പം ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ബെല്ലാരി, റായ്പൂര്, കട്ടക് എന്ന സ്ഥലങ്ങളുണ്ട്. ഗോവയിൽ നിന്ന് വരാറുണ്ട് സ്പോൺസർ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഫെറോസിലിക്കൺ, സിലിക്കോൺ മാഗ്നൈസ്, ഭൂട്ടാൻ വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കാര്യമായിട്ട് ഇതിൻ്റെ റോ മെറ്റീരിയൽ പ്രൊക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ മേഖലയിലൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ട് ശരിക്കും. ആ മേഖലയിൽ എനിക്ക് ഒരു മാർവാടി പാർട്ട്ണർ ഉണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെറോസിലിക്കൺ, സിലിക്കോൺ മാഗ്നൈസ്, അതുപോലെ തന്നെ ഈ സ്പോഞ്ച് അയൺ, പെല്ലറ്റ്സ് എന്ന സാധനങ്ങൾ ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. കേരളത്തിലേക്ക് പല കമ്പനികൾക്കും, കോയമ്പത്തൂർ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ, ഈ കേരളത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഫാക്ടറികൾക്കും ട്രേഡ് ചെയ്യാനുള്ളൊരു ഞങ്ങളുടെ ഓൺ യൂസ് മാത്രമല്ല ട്രേഡിങ് കൂടി ഞങ്ങൾ എന്ത് കൊടുത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് ഈ മാർക്കറ്റിന്റെ വേരിയേഷൻസ് ഇത്രയും കണക്ഷൻസ് ഉണ്ടായതുകൊണ്ട് ഈ സ്റ്റീൽ മാർക്കറ്റിനെ സംബന്ധിച്ച് എപ്പോഴും അതിൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിന്റെ പൾസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ പൾസ് മനസ്സിലാക്കുന്നതോട് കൂടി അതിൻ്റെ സക്സസ്. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റോക്ക് ചെയ്യണം, അതായത് സ്റ്റോക്ക് ചെയ്യണം, മാക്സിമം സ്റ്റോക്ക് വിറ്റ് ഒഴിവാക്കണം എന്നുള്ള മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ നെറ്റ്വർക്കാണ് ശരി. ആ ഒരു നെറ്റ്വർക്ക് ശരിക്കും നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു മറുപടി പാർട്ട്ണറിന്റെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രാംബാബു. അതുപോലെ തന്നെ ഗോവ ബേസ് ചെയ്തിട്ട് കുറെ ഫ്രണ്ട് സർക്കിൾ നമ്മൾ ഓൾറെഡി നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. ആ നെറ്റ്വർക്ക് ത്രൂ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. അതാണ് നമ്മൾ ശരിക്കും ഇതിന്റെ സക്സസ്. അതുകൊണ്ട് ആ ട്രേഡിംഗ് കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് മാനുഫാക്ചറിങ്ങിൽ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ്. മാർക്കറ്റ് പൾസിനെ പറ്റി പറഞ്ഞല്ലോ. ഈ മാർക്കറ്റ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സ്റ്റാഫുകൾ നിർത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ടീം ശരിക്ക് ഈ MK സ്റ്റീൽസ്, വജ്രം, അതുപോലെ ടൈറ്റാൻ TMT, അതുപോലെ തന്നെ ഞങ്ങൾ വേറെ ഇതിൻ്റെ കൂടെ ഉണ്ടായ ഒരു നൗഷാദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി ഞങ്ങളെ കൂടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. പിന്നെ ഞങ്ങൾ സ്ക്രാപ്പ് ഡിവിഷൻ ഉണ്ട് ഞങ്ങളെ, അതിൽ സുധീർ എന്ന് പറഞ്ഞ ആളുണ്ട്. ഇതിലൊക്കെ ഞങ്ങളെ മെയിൻ തലപ്പത്തിൽ ഞങ്ങൾ ഓരോ ഡിവിഷനിലും ഓരോ പാർട്ട്നേഴ്സിൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഡെയിലി ഞങ്ങൾ ഫോണിൽ ഡിസ്കസ് ചെയ്യും എന്താണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ പൊസിഷൻ. അപ്പോൾ അവർക്ക് അവരുടേതായി കിട്ടുന്ന കുറേ നോളജുകളുണ്ട്. ഇന്ന് സെയിൽസ് ഉണ്ട്, സെയിൽസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം രാംബാബുനെ വിളിക്കുമ്പം കോയമ്പത്തൂർ ബേസ് വെക്കുമ്പോൾ ഹൈദരാബാദ്, ഗോവ ഭാഗത്തുള്ള മാർക്കറ്റിൻ്റെ പൾസ് കിട്ടും. അങ്ങനെ ഡിഫറെൻറ്റ് സ്ഥലത്ത് കിട്ടുന്ന ഒരു 10 ആളെ നമ്മൾ ഡെയിലി രാവിലെ നമ്മൾ സംസാരിക്കും. ഒരു ഫോണിലൊരു കോൾ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു മാർക്കറ്റ് പൾസ് എന്ത് ചെയ്യും, അത് ഡേയ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് നമ്മുടെ ഒരു ഇത്രയും ടീം ഉണ്ടായതുകൊണ്ട് അവർക്ക് പ്രത്യേക സ്റ്റാഫിനെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ എല്ലാവരും ഓരോ ബ്രാൻഡും ഓരോ ട്രേഡിങ്ങും ഓൾറെഡി ഞങ്ങൾ ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ പൾസ് കിട്ടും. അത് വെച്ചിട്ട് നമ്മളൊരു 10 ആൾ സംസാരിച്ച് അതിനൊരു എന്ത് ചെയ്യും, ആ ഒരു ഡിസിഷൻ എടുക്കും.
ഈ കഞ്ചിക്കോട് എന്ന് പറയുന്ന സ്ഥലം കോച്ച് ഫാക്ടറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ചാനലില് ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ഈ ഒരു കോച്ച് ഫാക്ടറി വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ്സിന് എത്രത്തോളം ഗുണകരമായി? ഡെഫിനറ്റ്ലി കോച്ച് ഫാക്ടറി പോലത്തെ ഒരു സ്ഥാപനം വരുമ്പം അവർക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റീൽ നല്ലൊരു റിക്വയർമെന്റ് ആണ്. പിന്നെ അതിനോട് സംബന്ധമായ അനുബന്ധമായിട്ട് കുറെ സ്റ്റാഫുകൾ വരും. അവർക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റുകൾ, വീടുകൾ, ഇതൊക്കെ വരും തോറും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞങ്ങളെ പ്രൊഡക്റ്റിന്റെ യൂസ് കൂടുകയാണല്ലോ. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇന്ന് കേരളത്തിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കോച്ച് ഫാക്ടറി പോലത്തെ ഫാക്ടറി നല്ല നല്ല വ്യവസായങ്ങൾ കേരളത്തിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കേരളത്തിൽ ഇവിടെ നിങ്ങളുടെ ഒരു പരിധി സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ GCC കൺട്രി, സൗദി ഒക്കെ വളരെ അവിടുത്തെ സാമ്പത്തിക അവസ്ഥ വളരെ മോശം, പെട്രോളിന് വില താന്നു, അതുകൊണ്ടുണ്ടാവുന്ന ക്രൈസിസ് എന്തുണ്ട് GCC കൺട്രീസ് ടോട്ടലി ഉണ്ട്. അപ്പൊ കേരളത്തിനെ പോലത്തെ ഒരു രാജ്യത്ത് മെയിൻലി ഇൻകം വരുന്നത് 60% NRE ഫണ്ട് വരുന്നത് ഇന്ത്യയിലേക്ക് വരുന്നതിന് 60% ഫണ്ട് വരുന്നത് കേരളത്തിലേക്കാണ്. അപ്പൊ കേരളം പോലത്തെ ഒരു രാജ്യത്ത് ഒരു ഇൻഡസ്ട്രി പുതുതായിട്ട് വന്നു ചേർന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു മെയിൻ ഘടകമാണ്. എന്തായാലും കോച്ച് ഫാക്ടറി വരണം എന്നാണ്. അതിങ്ങനെ വൈകും തോറും ഞങ്ങൾ പോലത്തെ സംരംഭകർക്ക് ടെൻഷൻ കൂടുതലാണ്. എവിടൊക്കെയാണ് യൂണിറ്റ്സ് ഉള്ളത്? ഞങ്ങളെ 1 യൂണിറ്റ് ഒന്ന് സുരഭി ഇസ്പാത്ത് എന്ന് പറയുന്നത്, അത് ഇൻകോട്ട് പ്ലാന്റ് ആയിരുന്നു. അത് ഞങ്ങളെ ബ്രാൻഡിന്റെ ക്വാളിറ്റി അഷുറൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളത് ബില്ലറ്റ് പ്ലാന്റിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി എൻ്റെയോട് കൂടി അത് സ്റ്റാർട്ടാകും. ഇവിടെ 2,500 ടൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് അതിനുള്ളത്. പിന്നെ ഇവിടെ ഒരു ബന്നാരി സുവിയ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശാസ്ത്ര അങ്ങനത്തെ ഒരു 4 ഫാക്ടറി കഴിഞ്ഞ് ഞങ്ങൾ ലീസിനെടുത്തതാണ്, ഓൺ ഫാക്ടറി അല്ല. അതിൻ്റെ ഞങ്ങളെ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി അഷുറൻസിന് വേണ്ടി തന്നെ അത് എടുത്താണ്. അതായത് ഒരു 6,000 ടണ്ണോളം എന്ത് ചെയ്യും പ്രൊഡക്ഷൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. പിന്നെ ഇപ്പോൾ ഒരു കോയമ്പത്തൂർ അണ്ണൂരിലൊരു ഫാക്ടറി ഉണ്ട്. അതിലാണ് വജ്രം TMT എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു 5,000-6,000 ടണ്ണ് മാസം ഞങ്ങൾ ഓൺ കപ്പാസിറ്റിയാണ് ഉള്ളത്. ഈ ഉൽപാദനം നിങ്ങളുടെ ആവശ്യത്തിന്റെ എത്ര ശതമാനമാണ്? അറൗണ്ട് ഒരു 40-50% മാത്രമേ ഞങ്ങളുടെ മന്ത്ലി സെയിൽസിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 12,000 to 15,000 ടണ്ണാണ് മന്ത്ലി ഞങ്ങളെ ടോട്ടൽ ക്വാണ്ടിറ്റി സെയിൽസ്. ആ സെയിൽസിന്റെ ഒരു 40%-35% മാത്രമേ ഞങ്ങൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുള്ളൂ, മീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ബ്രാൻഡ് ഓൺലി ഞങ്ങളെ പ്രൊഡക്ഷൻ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, അടിക്കുന്നുള്ളൂ. അത് ഞങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ഒരു അഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള ലോക്കൽ TMTകളും ആംഗ്ലർ, പട്ട, അങ്ങനെ സ്ക്വയർ ചാനലുകളൊക്കെ ഞങ്ങൾ പുറം കമ്പനികളിൽ നിന്ന് റായ്പൂർ, കൽക്കട്ട ഇങ്ങനെയുള്ള ഭാഗത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം, ഫാക്ടറിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് തരാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യാറ്? ബ്രാൻഡ് ക്വാളിറ്റി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേക ലാബുകളുടെ ഓരോ ലോട്ട് വൈസ് ഞങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി, അതിൽ എത്ര മാഗ്നീസ് ഉണ്ട്, എത്ര കാർബൺ കണ്ടന്റ് ഉണ്ട്, എത്ര അതിൻ്റെ ഫെറോസിലിക്കൺ സിലിക്കോൺ മാഗ്നീസിൻ്റെ കണ്ടന്റ്, അതൊരു കറക്റ്റ് അതിൻ്റെ ക്വാളിറ്റി അഷുറൻസ് ചെയ്യാനുള്ള ഒരു ടീം തന്നെ ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ലാബുകളുണ്ട്. പുറമെ കമ്പനികൾ ചെയ്തു തരാണെങ്കിൽ ഞങ്ങളെ ബ്രാൻഡ് ചെയ്യിക്കാനായിട്ട് ഞങ്ങളൊരു സ്റ്റാഫ് അവിടെ എന്ത് ചെയ്യും, അപ്പോയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജിലും അതിനെ അഷുറൻസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സ്റ്റാഫ് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും. സ്പെഷ്യലായിട്ട് ക്വാളിറ്റി വിങ് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് ഞങ്ങൾ കൂടെ. ടൈറ്റാൻ എന്ന് പറഞ്ഞൊരു വേറൊരു ബ്രാൻഡ് ഉണ്ട്, അതുപോലെ ഹൈടെക് TMT എന്ന് പറഞ്ഞൊരു വേറെ ബ്രാൻഡ് ഉണ്ട്, സുരഭി എന്ന് പറഞ്ഞൊരു വേറെ ബ്രാൻഡ് ഉണ്ട്. ഏറ്റവും പ്രീമിയം ബ്രാൻഡായിട്ട് ഞങ്ങൾ നോക്കുന്നത് വജ്രം ബ്രാൻഡാണ് ഞങ്ങൾ. മറ്റു ബ്രാൻഡുകളൊക്കെ കേരളത്തിൽ അങ്ങനെ സെയിൽസ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ തമിഴ്നാട് മാർക്കറ്റും കൂടി എന്ത് ചെയ്യാണ്, വജ്രം TMT ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഡിസംബർ എൻ്റോട് കൂടി വജ്രം തമിഴ്നാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ബിസിനസ് തുടങ്ങിയപ്പോൾ ഫ്ലോപ്പ് ആയതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ ആദ്യമായിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് ആരായിരുന്നു മാനസികമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? എങ്ങനെ ഓവർകം ചെയ്തു ആ ഒരു സമയത്ത്? ആ ഒരു സമയത്ത് ഡള്ളായിരുന്നൊരു ടൈമായിരുന്നു. സാധാരണഗതിയിൽ 2000 കല്യാണം കഴിഞ്ഞു. ഭാര്യയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അവളെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടി, മാനസിക സപ്പോർട്ട്. നമ്മൾ അന്നേരത്തിൽ നമുക്ക് സാമ്പത്തിക സപ്പോർട്ടിനെക്കാട്ടും വലുത് നമുക്ക് ഒരു മാനസിക സപ്പോർട്ട് കിട്ടലാണ്. അത് കിട്ടിയെന്ന് വൈഫ്, അതുപോലെ തന്നെ
ഫ്രണ്ട് സർക്കിൾ ഞാൻ പറഞ്ഞിരുന്നു, നല്ല ഫ്രണ്ട് സർക്കിൾ ആളായതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട് സർക്കിൾ നല്ലൊരു സപ്പോർട്ട് കിട്ടി. വൈഫിൻ്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഒന്ന് നമ്മൾ തോൽക്കാൻ മനസ്സില്ല, പറഞ്ഞല്ലോ തോൽക്കുക എന്ന് പറഞ്ഞ സംഭവം ജീവിതത്തിലില്ല. ഇത് തോറ്റോട്ടെ, അതിൻ്റെ ഡബിൾ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഓടി നമ്മളെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുക എന്നുള്ളതാണ്. നേരത്തെ സൗഹൃദത്തെ പറ്റി പറഞ്ഞല്ലോ, ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സിനെ പറ്റി. അപ്പം അവരുടെ അടുത്തുനിന്നൊക്കെ ഇപ്പൊ വിട്ട് നിൽക്കുകയാണല്ലോ, അവരെ മിസ് ചെയ്യുന്നില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കോർ നല്ല ഫ്രണ്ട് സർക്കിളൊക്കെ ഞാൻ ഡെയിലി കോൾ 1-2 കോൾ എന്ത് ചെയ്യും. വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് സ്പെഷ്യൽ ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ഗോൾഡ് ഈസ് ഗോൾഡ് എന്നൊരു ഗ്രൂപ്പ്. ഞാൻ വല്ലാതെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാകുമ്പോൾ വൈഫ് തന്നെ പറയുന്ന ഗോൾഡ് ഈസ് ഗോൾഡ് വാട്സപ്പ് ഗ്രൂപ്പ് കയറിയിട്ടൊന്ന് ഹലോ പറഞ്ഞിട്ട് വരുന്നില്ല, ഒന്ന് കൂളാകാൻ വേണ്ടി. അത് അത്ര നല്ലൊരു പോകുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എന്റെ അല്ലാണ്ട് പാർട്ട്നേഴ്സ് ഒക്കെ എന്റെ കൂടെ പഠിച്ച ആൾക്കാർ തന്നെയാണ്. അവരുടെ ഇടയിലുള്ള ഒരു പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെയുണ്ട്. ഈ ബിസിനസിന്റെ തിരക്കുകൾക്കിടയിൽ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഹോബീസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹോബീസ് ട്രാവലിംഗ് ആണ് മെയിനായിട്ട് ഒരു ഹോബീസ് എന്ന് പറഞ്ഞാൽ. പുതിയ പുതിയ ട്രാവൽ ചെയ്യും, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, എന്തൊക്കെയാണ് പുതിയ ട്രെൻഡുകൾ മാറി വരുന്നതെന്ന് അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് ബിസിനസ് ടൂർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പിന്നെ ഫാമിലി ടൂർ, പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതൊന്നും ഒറ്റയ്ക്ക് ഇരുന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അത് ഫോറസ്റ്റ് പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിജുവിനേറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, റിജുവിനേറ്റ് ചെയ്തിട്ട് നമുക്ക് സെൽഫായിട്ടൊരു കോൺഫിഡൻസ്, എവിടെ ഫോക്കസ് ചെയ്യണം, എന്താണ് നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. എപ്പോഴും ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്, ഇതാണ് എന്നെ സംബന്ധിച്ചുള്ളത്, എന്താണ് അടുത്ത് ചെയ്യാനുള്ളത്, വാട്ട് ഈസ് നെക്സ്റ്റ്, അത് ഞാൻ നമ്മളോട് എന്ത് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഭാഗങ്ങളൊക്കെ ആയിട്ട് ട്രാവലിംഗ് നന്നായിട്ട് ചെയ്യാറുണ്ട്. ഇനിയിപ്പോ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്, അതിനെ പറ്റി ഒന്ന് പറയാം. ഇനി വജ്രം TMD ഞങ്ങൾ തമിഴ്നാട് ഞാൻ പറഞ്ഞല്ലോ ലോഞ്ച് ചെയ്യാൻ പോകും. ഡിസംബർ എൻ്റെ കൂടി തമിഴ്നാട് ലോഞ്ച് ചെയ്യും. കർണാടക ആൾസോ വി ആർ പ്ലാനിങ് ടു ഡു. അങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് ലെവലിൽ നോക്കുന്നത്. മാനുഫാക്ചറിംഗ് ലെവലിൽ ഇനിയിപ്പോൾ തൽക്കാലം ഒരു ഡ്രോപ്പ് ലെവലിൽ പോകുമ്പോൾ ഇപ്പോഴത്തെ ഒരു ക്യാഷ് ഫ്ലോ ഒക്കെ കേരള മാർക്കറ്റിലൊക്കെ വളരെ സ്ലോ കണ്ടീഷൻ ആയതുകൊണ്ട് മാക്സിമം ട്രേഡിങ്ങിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി വ്യവസായത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? പുതിയ തലമുറയോട് പറയാനുള്ളത് മണി ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിങ് ലൈഫിൽ. വെൻ വി ഹാവ് ബിക്കം സീറോ ആയി നിൽക്കുന്ന സമയത്ത് പൈസ എന്നുള്ള ഈ മണി എന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏൺ ചെയ്യുക, മാക്സിമം അതിൻ്റെ ലെവലപ്പ് രീതിയിൽ മാക്സിമം വളരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു ചേഞ്ചസ് ലൈഫിൽ വരണമെങ്കിൽ ശരിക്ക് മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പുതിയ ജനറേഷനോട് പറയാനുള്ള കാര്യങ്ങൾ 100% നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതല്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ കൊണ്ടുവരിക, ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അംബീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ലൈഫിൽ ഒരു ഗോൾ വേണം ശരിക്കും. നമ്മൾ എവിടെ എത്തണം, എങ്ങോട്ട് പോകണം, എന്താണ് സ്റ്റൈലുള്ളത് നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓടുകയാണ് ശരിക്കും നമ്മൾ വേണ്ടത്. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. കൈരളി പീപ്പിൾ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന വിജയരഥം പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു.